ഗുഡ് മോർണിംഗ്. ഇപ്പോൾ അടുത്ത് നമുക്ക് പറയാനുള്ളത് സോഫ്റ്റ്വെയർ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. നോക്കാം എന്താണ് സോഫ്റ്റ്വെയർ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിക്കവറിംഗ് ദ ഡിസൈൻ ആൻഡ് ദ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ഫ്രം ആൻ അനാലിസിസ് ഓഫ് ഇറ്റ്സ് കോഡ്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കോഡ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, അതിൻ്റെ ഡിസൈനും അതിൻ്റെ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷനും ഒക്കെ റിക്കവർ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് സോഫ്റ്റ്വെയർ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ പണ്ടത്തെ സിസ്റ്റമൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് അതിൽ നിന്ന് അനലൈസ്, അതായത് അതിൻ്റെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവില്ല. കുറേ പഴക്കമുള്ള സിസ്റ്റമൊക്കെ ആകുമ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം ഉള്ളതിൽ നിന്ന് നമുക്ക് പഴയതിനെ ഇപ്പം ഉള്ളതിനെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം, അതിൻ്റെ ഡിസൈനും റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻസും ഒക്കെ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. The purpose of reverse engineering is to facilitate maintenance work by improving the understandability of a system and to produce the necessary ഡോക്യുമെൻറ്റ്സ് ഫോർ എ ലെഗസി സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഉള്ള സിസ്റ്റത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയാലേ നമുക്കതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ഈസി ആവുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ലെഗസി സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മുന്നേ പഴയ, അതായത് കുറേ മുന്നേ പാരമ്പര്യമായിട്ടൊക്കെ ഉണ്ടാവുന്ന സിസ്റ്റം. അപ്പോൾ ആ സിസ്റ്റത്തിന് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്, റിവേഴ്സ് എഞ്ചിനീയറിങ്ങിൻ്റെ എയിം. അപ്പോൾ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിന് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം ഈ ലെഗസി സിസ്റ്റത്തിന് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവില്ല, അതേപോലെ ഒരു സ്ട്രക്ചറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ റിവേഴ്സ് എഞ്ചിനീയറിംഗ് പ്രോസസ്സിലൂടെയാണ്. In reverse engineering, the requirements and essential design, structure and content of the legacy system must be recaptured. അപ്പോൾ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ റിക്വയർമെൻറ്റ്സ്, ഡിസൈന്, സ്ട്രക്ചർ, കണ്ടൻറ്റ് അതൊക്കെ എന്ത് കിട്ടണം, നമുക്ക് അതിലൂടെ തിരിച്ചിങ്ങോട്ട് എടുക്കണം. In addition to capturing technical relationships and interactions, information and rules about the business application and process that have proved useful in running the business must also be retrieved. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ടെക്നിക്കൽ റിലേഷൻഷിപ്സും ഇൻറ്ററാക്ഷൻസും, അതായത് ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്സും ഇൻറ്ററാക്ഷൻസും മാത്രമല്ല നമുക്ക് റിട്രീവ് ചെയ്തെടുക്കേണ്ടത്, കൂടെ നമ്മൾ ബിസിനസ് അപ്ലിക്കേഷൻ്റെ ഇൻഫോർമേഷൻസ്, റൂൾസ്, അതിൽ പിന്നെ അതേപോലെ ഈ ബിസിനസ് പ്രോസസ്സ് എല്ലാം എന്ത് ചെയ്യണം, നമ്മൾ അതിന്ന് പ്രൂവ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്കതൊക്കെ തിരിച്ചിങ്ങോട്ട് എടുക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഇതിൻ്റെ കീ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ജനറേറ്റ് ആൾട്ടർനേറ്റീവ് വ്യൂസ്, റിക്കവർ ലോസ്റ്റ് ഇൻഫർമേഷൻ. ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് നമുക്ക് അതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ, അതിൻ്റെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് നമുക്ക് ലോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാൻ, സൈഡ് എഫക്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ, അതേപോലെ ഒന്നും കൂടെ ഹയർ അബ്സ്ട്രാക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ, അതേപോലെ ഒന്നും കൂടെ റീയൂസ് ചെയ്യാൻ, ഇതൊക്കെ ഇതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നതാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ പൊതുവേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടും. പിന്നെ അപ്പോൾ അതിൽ നമുക്ക് നോക്കുക, അതിൻ്റെ ഒരു ഫങ്ഷനാലിറ്റിയിലും ചേഞ്ച് വരാതെ നമ്മൾ അതിൽ എക്സാമിനേഷൻ നടത്തി, അനാലിസിസ് നടത്തി, നമ്മൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തുണ്ടോ, ചെയ്യുന്നില്ല. അതേപോലെ അതായത് അതിൻ്റെ ആർക്കിടെക്ചർ, അതിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത് മാറ്റിയിട്ടല്ല, അതിനെ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതെല്ലാം നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഡസ് നോട്ട് ഇൻവോൾവ് ചേഞ്ചസ് ടു ദ സിസ്റ്റം ഓർ ക്രിയേറ്റിംഗ് എ ന്യൂ സിസ്റ്റം. രണ്ടും അവിടെ നടക്കുന്നില്ല. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സാമിനേഷൻ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഓവറോൾ ഫങ്ഷനാലിറ്റി. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറാണ് താഴെ ഒരു ഡയഗ്രാമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യം എന്തുണ്ട്, പ്രോഗ്രാമിൻ്റെ ഇൻഫർമേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള സാധനം, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനാലിറ്റി ഇൻഫർമേഷൻസും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഉള്ളതിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന്ന് റിക്വയർമെൻറ്റ് ഇൻഫർമേഷൻ, എക്സ്ട്രാക്ട് ഒറിജിനൽ ആൻഡ് ചേഞ്ച്ഡ് സ്പെസിഫിക്കേഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന്ന് എക്സ്ട്രാക്ട്, അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് പോവാൻ വേണ്ടത്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ നോക്കുക, ഇൻഫർമേഷൻ നോക്കുക. എന്നിട്ട് ആ റിക്വയർമെൻറ്റ്സിനൊന്നും കൂടെ റിവ്യൂ ചെയ്യുക.
റിക്കവേർഡ് റിക്വയർമെൻറ്റ് ഇൻഫർമേഷൻ എന്ത് ചെയ്യണം, അത് വെച്ചിട്ട് നമ്മൾ പുതിയൊരു ഡോക്യുമെൻറ്റ് ജനറേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ എന്ത് നടക്കുന്നുണ്ട്, ഡിസൈൻ ഇൻഫർമേഷൻ ആണ് ആദ്യം എടുത്തത്, റിക്വയർമെൻറ്റ് ഇൻഫർമേഷൻ ആണ് ആദ്യം നമുക്ക് കിട്ടിയെന്ന് എടുത്തത്. പിന്നെ നമ്മൾ അതേപോലെ ഡിസൈൻ ഇൻഫർമേഷൻ എടുക്കുന്നു, അതിൽ നിന്ന് നമുക്ക് ഡാറ്റ ഫ്ലോ, കൺട്രോൾ ഫ്ലോ ഇൻഫർമേഷൻസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നു, എന്നിട്ട് അതിനെ റിവ്യൂ ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, പുതിയ ഒരു നമുക്ക് റിക്കവർ ചെയ്ത് കിട്ടിയ ഡിസൈൻ ഇൻഫർമേഷനെ വെച്ചിട്ട് നമ്മളൊരു പുതിയ ഡോക്യുമെൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ അതായത് നമുക്കില്ലാതെ പോയതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്ത് പുതിയത് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് താഴെ പറയുന്നത്. തുടങ്ങുന്നത് എക്സ്ട്രാക്ടിങ് ദ റിക്വയർമെൻറ്റ്സ് ആൻഡ് ഡീറ്റെയിൽഡ് ഡിസൈൻ ഇൻഫർമേഷൻ ഫ്രം ദ സോഴ്സ് കോഡൊന്നും ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും അതിനെക്കുറിച്ചുള്ള ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്നൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഡിസൈൻ ഇൻഫർമേഷൻസും റിക്വയർമെൻറ്റ്സൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്താ ചെയ്യുന്നത്, റിക്വയർമെൻറ്റ്സ് ഡോക്യുമെൻറ്റ് ഈസ് ക്രിയേറ്റഡ്, റിക്വയർമെൻറ്റ്സ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും, ആൻഡ് എ ഹൈ ലെവൽ ഡിസൈൻ അബ്സ്ട്രാക്ഷൻ ഈസ് എക്സ്ട്രാക്റ്റഡ് ആൻഡ് എക്സ്പ്രസ്ഡ് യൂസിങ് ഡാറ്റ ഫ്ലോ ആൻഡ് കൺട്രോൾ ഫ്ലോ ഡയഗ്രാംസ്. അപ്പോൾ ഡിസൈൻ ലെവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഡാറ്റ ഫ്ലോ, കൺട്രോൾ ഫ്ലോ ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിനൊന്നും കൂടെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും, റിക്കവേർഡ് ഡിസൈൻ ഈസ് റിവ്യൂഡ്, വീണ്ടും അതിനെ റിവ്യൂ ചെയ്തിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസിയും കറക്റ്റ്നെസ്സൊക്കെ ഉറപ്പ് വരുത്തും. അപ്പോൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് പെർഫോം ചെയ്യുന്നത് 3 ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ്. അതാണ് ഇവിടെ താഴെ പറയുന്നത്. എന്തൊക്കെയാണ്, റിവേഴ്സ് എഞ്ചിനീയറിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ഡാറ്റ, റിവേഴ്സ് എഞ്ചിനീയറിംഗ് ടു അണ്ടർസ്റ്റാൻഡ് പ്രോസസ്സിംഗ്, റിവേഴ്സ് എഞ്ചിനീയറിംഗ് യൂസർ ഇൻ്റർഫേസ്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് പ്രോസസ്സിംഗ് ഇൻ്റർഫേസ് ഡാറ്റാബേസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു ഡേർട്ടി സോഴ്സ് കോഡായിരുന്നു, അത്രയും സ്ട്രക്ചേർഡ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ളതൊന്നായിട്ടുള്ള ഒരു സോഴ്സ് കോഡ് അല്ലായിരുന്നു. അതിനെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, അപ്പോൾ നമുക്കൊരു ക്ലീൻ സോഴ്സ് കോഡ് കിട്ടി. പിന്നെ നമ്മൾ അതിൻ്റെ അബ്സ്ട്രാക്ഷൻസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നടക്കുന്ന 3 ഒബ്ജക്റ്റീവ്സ് ആണ് പ്രോസസ്സിംഗ് ഇൻ്റർഫേസ് ഡാറ്റാബേസ്. എന്നിട്ട് എന്ത് ചെയ്തു, ഇനീഷ്യൽ സ്പെസിഫിക്കേഷൻ, അതിനെ നമ്മൾ റിഫൈൻ ആൻഡ് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് ഫൈനൽ സ്പെസിഫിക്കേഷൻ കിട്ടി. ഇങ്ങനെയാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അതിൽ 3 സ്റ്റെപ്സ് ഉണ്ട് എന്ന് പറഞ്ഞതിന് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. റിവേഴ്സ് എഞ്ചിനീയറിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ഡാറ്റ എന്നതിൽ പറയുന്നത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഓഫ് ഡാറ്റ ഒക്കേഴ്സ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ. അറ്റ് ദ പ്രോഗ്രാം ലെവൽ, പ്രോഗ്രാമിംഗ് ലെവലിൽ എങ്ങനെയാണ് നടക്കുന്നത്, ഇൻറ്റേർണൽ പ്രോഗ്രാം ഡാറ്റ സ്ട്രക്ചേഴ്സ് മസ്റ്റ് ഓഫൺ ബി റിവേഴ്സ് എഞ്ചിനീയർഡ് ആസ് പാർട്ട് ഓഫ് ആൻ ഓവറോൾ റീ എഞ്ചിനീയറിംഗ് എഫേർട്ട്. അപ്പോൾ ഒരു പ്രോഗ്രാം ലെവലിൽ നോക്കുമ്പോൾ ഇൻറ്റേർണൽ പ്രോഗ്രാംസിലുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഇതേപോലെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യണം, അതായത് ഒന്നും കൂടെ അനലൈസ് ചെയ്യണം. അപ്പോഴേ നമുക്ക് അതിലുള്ള കാര്യങ്ങൾ കിട്ടുള്ളൂ. പിന്നെ സിസ്റ്റം ലെവലിലാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ഡാറ്റ സ്ട്രക്ചേഴ്സ്, അതായത് ഫയൽസ്, ഡാറ്റാ ബേസസ് ഒക്കെ എന്ത് ചെയ്യണം, ആർ ഓഫൺ റീ എഞ്ചിനീയർ ടു അക്കമഡേറ്റ് ന്യൂ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് പാരാഡിഗ്സ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഈ സിസ്റ്റം ലെവലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലോബൽ ഡാറ്റ സ്ട്രക്ചേഴ്സിനെ എന്ത് ചെയ്യണം, റീ എഞ്ചിനീയറിങ് ചെയ്യണം. പിന്നെ അടുത്തത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ടു അണ്ടർസ്റ്റാൻഡ് പ്രോസസ്സിങ്ങിനെ ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ട് ഡാറ്റനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പ്രോസസ്സിങ്ങിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യണം. അവിടെ എങ്ങനെയാണ്, ടു അണ്ടർസ്റ്റാൻഡ് പ്രോസസ്സിംഗ് ബിഗിൻസ് വിത്ത് ആൻ അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദെൻ എക്സ്ട്രാക്ട് പ്രൊസീജിയറൽ അബ്സ്ട്രാക്ഷൻസ് റെപ്രസെൻറ്റഡ് ബൈ ദ സോഴ്സ് കോഡ്. സോഴ്സ് കോഡിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള പ്രൊസീജിയറൽ അബ്സ്ട്രാക്ഷൻസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്യാം. To understand procedural abstractions, the code is analyzed at various levels of abstraction. അപ്പോൾ ഇങ്ങനെ പ്രൊസീജിയറൽ അബ്സ്ട്രാക്ഷൻസ്, അതായത് ആ സോഴ്സ് കോഡിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ്, അതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അബ്സ്ട്രാക്ഷൻസ് ഒക്കെ അനലൈസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ പ്രോഗ്രാമിനെ, നമ്മളെ കോഡിനെ ഒരുപാട് ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻസ് നടത്തണം. സിസ്റ്റം, പ്രോഗ്രാം, കമ്പോണൻറ്റ്, പാറ്റേൺ, സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനെ ഓരോ ലെവലും നമ്മൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് നോക്കണം. The overall functionality of the entire application must be understood before more detailed reverse engineering work occurs. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫങ്ഷനാലിറ്റി, ഈ ആപ്ലിക്കേഷൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫങ്ഷനാലിറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പിന്നെ നമുക്ക് ബാക്കി റിവേഴ്സ് എഞ്ചിനീയറിംഗ് വർക്ക് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. This establishes a context for further analysis and provides insight into interoperability issues among applications within a larger system. Each of the programs that make up the system represents a functional abstraction at a high level of detail. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് ഈ ഇതിലുള്ള കംപ്ലീറ്റ് അതിൻ്റെ, അതായത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ കംപ്ലീറ്റ് അനാലിസിസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഹൈ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻസും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റിംഗ് ദി ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദീസ് ഫങ്ഷണൽ അബ്സ്ട്രാക്ഷൻസ് ഈസ് ക്രിയേറ്റഡ്. നമുക്കതൊരു ബ്ലോക്ക് ഡയഗ്രാം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെല്ലാം നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ പണ്ടത്തുനിന്ന് നമ്മൾ നഷ്ടപ്പെട്ടു പോയതിനെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അതിനെ റിട്രീവ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കമ്പോണൻറ്റും ഈ ഡയഗ്രത്തിൽ എന്തുണ്ടാവും, ഓരോ കമ്പോണൻറ്റും ഓരോ സബ് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ അതിൽ പ്രൊസീജിയറൽ അബ്സ്ട്രാക്ഷൻസ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കതിനൊക്കെ റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ പ്രോസസ്സിംഗ് ആണ് കാണിക്കുന്നത്, പ്രൊസീജിയേഴ്സ് ആണ് കാണിക്കുന്നത്. പിന്നെ അടുത്തത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് യൂസർ ഇൻ്റർഫേസസ് ആണ്. അപ്പോൾ ടു ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സിസ്റ്റിംഗ് യൂസർ ഇൻ്റർഫേസ് ദ സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് ദി ഇൻ്റർഫേസ് മസ്റ്റ് ബി സ്പെസിഫൈഡ്. അപ്പോൾ ഇപ്പോഴത്തെ യൂസർ ഇൻ്റർഫേസ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ഉള്ളത് സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ ബിഹേവിയർ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. ബിഹേവിയറൽ മോഡലിംഗ് നൊട്ടേഷൻ ക്യാൻ പ്രൊവൈഡ് എ മീൻസ് ഫോർ ഡെവലപ്പിംഗ് GUI ബിഹേവിയർ. അപ്പോൾ ഈ ബിഹേവിയറൽ മോഡലിംഗ് നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ബിഹേവിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഒരു ഗ്രാഫിക്കൽ ഇൻട്രാക്ഷൻ യൂസർ ഇൻ്റർഫേസ് ആ ഒരു രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു 3 പോയിൻറ്റ്സിൽ പറയുന്നത്. ഒന്ന് ഡാറ്റനെ അനലൈസ് ചെയ്തെടുക്കുന്നു, ഒന്ന് പ്രോസസ്സ് അനലൈസ് ചെയ്തെടുക്കുന്നു, മറ്റൊന്ന് നമ്മളെ യൂസർ ഇൻ്റർഫേസും എന്ത് ചെയ്യണം, നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെ അനലൈസ് ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് സോഫ്റ്റ്വെയർ റീസ്ട്രക്ചറിങ് ആണ്. സോഫ്റ്റ്വെയർ റീസ്ട്രക്ചറിങ് മോഡിഫൈ സോഴ്സ് കോഡ് ആൻഡ് ഓർ ഡാറ്റ ഇൻ ആൻ എഫേർട്ട് ടു മേക്ക് ഇറ്റ് അമേനബിൾ ടു ഫ്യൂച്ചർ ചേഞ്ചസ്. അതായത് ഇപ്പോൾ ഉള്ള സോഴ്സ് കോഡിനെ അല്ലെങ്കിൽ ഡാറ്റയിൽ എന്തൊക്കെയോ മോഡിഫിക്കേഷൻസ് വരുത്തുകയാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിലുള്ള അതിൽ വരുന്ന ചേഞ്ചസിനെ നമുക്ക് ഈസി ആക്കാൻ പറ്റും. അതായത് മെയിൻറ്റെയിനബിലിറ്റി കൂട്ടാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. Restructuring does not modify the overall program architecture. It tends to focus on the design details of individual modules and on local data structures defined within the modules. അപ്പോൾ നമ്മൾ ഈ റീസ്ട്രക്ചറിങ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ ആ സിസ്റ്റം തന്നെ അങ്ങോട്ട് മാറ്റിമറിക്കുക എന്നുള്ള കൺസെപ്റ്റ് അല്ല. നമ്മൾ ഒരു മൊഡ്യൂളോ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡാറ്റ സ്ട്രക്ചറോ ഒക്കെ മാത്രം ചെറിയ എന്ത് വരുത്തുകയാണ്, മോഡിഫിക്കേഷൻസ് മാത്രം വരുത്തുകയാണ് ചെയ്യുന്നത്. അതാണ് റീസ്ട്രക്ചറിങ്. അല്ലാതെ കംപ്ലീറ്റ് പ്രോഗ്രാം ആർക്കിടെക്ചർ ചേഞ്ച് ചെയ്യുന്നതല്ല റീസ്ട്രക്ചറിങ്. If the restructuring effort extends beyond module boundaries and encompasses the software architecture, restructuring becomes forward engineering. അപ്പോൾ നമ്മൾ വിചാരിച്ചതിൻ്റെയും അപ്പുറത്തേക്ക്, അതായത് മൊഡ്യൂളുകളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ബൗണ്ടറി ഒക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ വിചാരിച്ചതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റീസ്ട്രക്ചറിങ് എന്നല്ല പറയുക. അപ്പോൾ റീസ്ട്രക്ചറിങ് മാറിയിട്ട് അത് ഫോർവേഡ് എഞ്ചിനീയറിംഗ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. Restructuring occurs when the basic architecture of an application is solid even though technical internals need work. അപ്പോൾ ഉള്ളിലുള്ള ടെക്നിക്കൽ ഇൻറ്റേർണൽസിന് വർക്ക് ആവശ്യമുണ്ടെങ്കിലും അതിൻ്റെ ഒറിജിനൽ ആർക്കിടെക്ചർ, ഈ ആപ്ലിക്കേഷൻ്റെ ഒറിജിനൽ ആർക്കിടെക്ചർ എന്തായിരിക്കണം, സോളിഡ് ആയിരിക്കണം. അതായത് അവിടെ ഒരു മാറ്റം വരാൻ പാടില്ല. ആ ഒരു കൺസെപ്റ്റിനെയാണ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് കോഡ് റീസ്ട്രക്ചറിങ്ങും മറ്റേത് ഡാറ്റ റീസ്ട്രക്ചറിങ്ങും. അപ്പോൾ കോഡ് റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞാൽ ഈസ് പെർഫോംഡ് ടു ഈൽഡ് ആൻഡ് ഡിസൈൻ ദാറ്റ് പ്രൊഡ്യൂസസ് ദ സെയിം ഫംഗ്ഷൻ ബട്ട് വിത്ത് ഹയർ ക്വാളിറ്റി ദാൻ ദ ഒറിജിനൽ പ്രോഗ്രാം. അതായത് സെയിം ഫംഗ്ഷൻ തന്നെയാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അവിടെ വരുത്തുന്ന ചേഞ്ച് എന്താണ്, ഒറിജിനൽ പ്രോഗ്രാമിനെക്കാട്ടിലും ഒന്നും കൂടെ ഹയർ ക്വാളിറ്റി ഉള്ള പ്രോഗ്രാമാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോഡ് റീസ്ട്രക്ചറിങ് ചെയ്യുന്നത്. കോഡ് റീസ്ട്രക്ചറിങ് ടെക്നിക്സ് മോഡൽ പ്രോഗ്രാം ലോജിക് യൂസിങ് ബൂളിയൻ ഓൾജിബ്ര. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ബൂളിയൻ ഓൾജിബ്രയാണ്. ആൻഡ് ദെൻ അപ്ലൈ എ സീരീസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ റൂൾസ് ദാറ്റ് ഈൽഡ് റീസ്ട്രക്ചേർഡ് ലോജിക്. പിന്നെ അതിലേക്ക് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ റൂൾസ്, അതായത് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള റൂൾസും കൂടെ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റീസ്ട്രക്ചേർഡ് ആയിട്ടുള്ള, അതായത് ഒന്നും കൂടെ ഹയർ ക്വാളിറ്റി ഉള്ള ലോജിക്കലി ആയിട്ടുള്ള പ്രോഗ്രാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. The objective is to take the unstructured code and derive a procedural design that conforms to the structured programming philosophy. അതായത് ഇപ്പം നമ്മളെ കയ്യിലുള്ളത് ഒരു അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കോഡ് ആയിരിക്കാം. അതുകൊണ്ടാണല്ലോ നമുക്കിങ്ങനെ കോഡ് റീസ്ട്രക്ചറിങ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനത്തെ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കോഡിനെ ഒരു പ്രൊസീജിയറൽ ഡിസൈൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഡ് റീസ്ട്രക്ചറിങ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. Other restructuring techniques have also been proposed for
use with re-engineering tools, a resource exchange diagram maps each program module and the resources. അപ്പോൾ ഇവിടെ നമുക്കൊരു റിസോഴ്സ് എക്സ്ചേഞ്ച് ഡയഗ്രാം യൂസ് ചെയ്യാം. അപ്പോൾ അതിലൂടെ മൊഡ്യൂളുകൾ യൂസ് ചെയ്യുന്ന റിസോഴ്സസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന റിസോഴ്സസ് എന്താണ്, മൊഡ്യൂൾസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന റിസോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ഡയഗ്രത്തിലൂടെ എന്ത് ചെയ്യാം, റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് റീകൺസ്ട്രക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് പറയുന്നത് ഡാറ്റ റീസ്ട്രക്ചറിങ് ആണ്. ബിഫോർ ഡാറ്റ റീസ്ട്രക്ചറിങ് ക്യാൻ ബിഗിൻ എ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റി കോൾഡ് അനാലിസിസ് ഓഫ് സോഴ്സ് കോഡ് ഷുഡ് ബി കണ്ടക്റ്റഡ്. അപ്പോൾ ഡാറ്റയിൽ റീസ്ട്രക്ചറിങ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, സോഴ്സ് കോഡിനെ ഒന്ന് അനലൈസ് ചെയ്യണം. അതൊരു തരത്തിലുള്ള റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റിയാണ്. All programming language statements that contain data definitions, file descriptions, IO and interface descriptions are evaluated. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ ഇവിടെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആദ്യം കിട്ടണം. ഡാറ്റ ഡെഫിനിഷൻസ്, ഫയൽ ഡിസ്ക്രിപ്ഷൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, ഇൻ്റർഫേസ് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ദ ഇൻറ്റൻറ്റ് ഈസ് ടു എക്സ്ട്രാക്ട് ഡാറ്റ ഐറ്റംസ് ആൻഡ് ഒബ്ജക്ട്സ്. എല്ലാ ഡാറ്റ ഐറ്റംസ് ഒബ്ജക്ട്സിനും എക്സ്ട്രാക്ട് ചെയ്യണം. അതേപോലെ to get information on data ഫ്ലോൻ്റെ ഇൻഫർമേഷൻ കിട്ടണം. ടു അണ്ടർസ്റ്റാൻഡ് എക്സിസ്റ്റിംഗ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ദാറ്റ് ഹാവ് ബീൻ ഇംപ്ലിമെൻറ്റഡ്. ഇപ്പോൾ ഉള്ള ഈ അപ്ലിക്കേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള എക്സിസ്റ്റിംഗ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഡാറ്റ റീസ്ട്രക്ചറിലേക്ക് പോകാൻ പാടുള്ളൂ. ദിസ് ആക്ടിവിറ്റി ഈസ് സംടൈംസ് കോൾഡ് ഡാറ്റ അനാലിസിസ്. വൺസ് ഡാറ്റ അനാലിസിസ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡാറ്റ അനാലിസിസ് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ചെയ്യാം, ഡാറ്റ റീഡിസൈൻ ചെയ്യാൻ പറ്റും. In its simplest form, a data record standardization step clarifies data definitions to achieve consistency among data item names or physical record formats within an existing data structure or file format. അപ്പോൾ ഈ ഡാറ്റ റീഡിസൈനിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഡാറ്റ റെക്കോർഡ് സ്റ്റാൻഡർഡൈസേഷൻ എന്നുള്ളത്. ഈ സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡാറ്റ ഡെഫിനിഷനിലുള്ള കൺസിസ്റ്റൻസി എല്ലാം കീപ്പ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ ഒരുപാട് ഡാറ്റ ഐറ്റംസ് ഒക്കെ ഒരുപാട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഡാറ്റ ഐറ്റത്തിന് കൊടുത്ത പേര്, അതേപോലെ അതിൻ്റെ ഫോർമാറ്റ്, അതെല്ലാം ഒരേപോലെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒക്കെ ഒരേ ഫോർമാറ്റ്, ഒരു സ്റ്റാൻഡേർഡിറ്റി കീപ്പ് ചെയ്യുക. ഫിസിക്കൽ റെക്കോർഡ് ഫോർമാറ്റ്സ് വിത്തിൻ ആൻ എക്സിസ്റ്റിംഗ് ഡാറ്റ സ്ട്രക്ചർ ഓർ ഫയൽ ഫോർമാറ്റ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡാറ്റ റെക്കോർഡ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുക. പിന്നെ വേറൊരു ഫോം ഓഫ് റീഡിസൈൻ ആണ് ഡാറ്റ നെയിം റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. എൻഷുവേഴ്സ് ദാറ്റ് ഓൾ ഡാറ്റ നെയിമിംഗ് കൺവെൻഷൻസ് കൺഫേം ടു ലോക്കൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ദാറ്റ് ലേസസ് ആർ എലിമിനേറ്റഡ് ആസ് ഡാറ്റ ഫ്ലോ ത്രൂ ദ സിസ്റ്റം. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഡാറ്റാസിന് ഓരോന്നിനും നമ്മൾ പേര് നെയിമിംഗ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ള നെയിമിംഗ് കൺവെൻഷൻസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്, ലോക്കൽ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ നെയിമൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു റീഡിസൈനാണ് ഡാറ്റ നെയിം റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. When restructuring moves beyond standardization and rationalization, physical modifications to existing data structures are made to make the data design more effective. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റാൻഡർഡൈസേഷനും റാഷണലൈസേഷനും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഫിസിക്കൽ മോഡിഫിക്കേഷൻസും നമുക്ക് നടത്താൻ പറ്റും. അതായത് ട്രാൻസ്ലേഷൻ ഫ്രം വൺ ഫയൽ ഫോർമാറ്റ് ടു അനദർ, ഒരു ഫയൽ ഫോർമാറ്റിൽ നിന്ന് മറ്റൊരു ഫയൽ ഫോർമാറ്റിലേക്ക് നമുക്ക് മാറ്റാം. അതൊക്കെ നമുക്ക് മാനുവലി ചെയ്യാം, അതാണ് പറയുന്നത്. അതേപോലെ ഒരു ഡാറ്റാബേസിൽ നിന്ന് മറ്റൊരു ഡാറ്റാബേസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയാണ് ഇതിൽ വരുന്നത്, ഡാറ്റ റീസ്ട്രക്ചറിങ്ങിൽ വരുന്നത്. അടുത്തത് ഫോർവേഡ് എഞ്ചിനീയറിംഗ് ആണ്. ഫോർവേഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ the new target system is created by moving downward through the levels of abstraction. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷനിലൂടെ നമ്മൾ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ചിട്ടുള്ള ഒരു പുതിയ ടാർഗറ്റ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. A gradual decrease in the abstraction level of system representation by successive replacement of existing system information with more detailed information. അതായത് ഇങ്ങനെ ഗ്രാജുവലി ഡിഗ്രീസ് ചെയ്ത് വരികയാണ് അബ്സ്ട്രാക്ഷൻ ലെവല്. അപ്പോൾ ഇപ്പോൾ ഉള്ള സിസ്റ്റത്തിൻ്റെ ഇൻഫർമേഷന് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് പോവുകയാണ്, നമ്മളൊരു പുതിയ സിസ്റ്റത്തിലേക്ക് കയറാൻ പോവുകയാണ്. The downward movement is actually forward movement through the standard software development process, hence forward engineering. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഫോർവേഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഫോർവേഡ് എഞ്ചിനീയറിംഗ് മൂവ്സ് ഫ്രം ഹൈ ലെവൽ അബ്സ്ട്രാക്ഷൻസ് ആൻഡ് ലോജിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ ഇൻഡിപെൻഡൻറ്റ് ഡിസൈൻ ടു ഫിസിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ സിസ്റ്റം. അതായത് അതിൻ്റെ ലോജിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളതിൽ നിന്ന് നമ്മളൊരു ഫിസിക്കൽ, അതായത് ഒറിജിനൽ ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളതിലേക്ക് പോവുകയാണ് നമ്മൾ ഫോർവേഡ് എഞ്ചിനീയറിംഗിലേക്ക് എത്തുമ്പോൾ, അവർ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ.
എ സീക്വൻസ് ഫ്രം റിക്വയർമെൻറ്റ്സ് ത്രൂ ഡിസൈൻ ടു ഇംപ്ലിമെൻറ്റേഷൻ ഈസ് ഫോളോഡ്. അതായത് നമ്മൾ റിക്വയർമെൻറ്റ് പിന്നെ ഡിസൈന് കോഡിങ് അങ്ങനെ കഴിഞ്ഞ് നമ്മൾ എവിടെ എത്തി, നമ്മൾ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് എത്തി. നമ്മൾ അതിലൂടെ ഒരു പുതിയ ടാർഗറ്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. അതായത് ഇപ്പോൾ ഉള്ളതിൽ നിന്ന് പുതിയ ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എത്രയാണ് ഇതിൽ വരുന്നത്, നമ്മൾ ഫോർവേഡ് എഞ്ചിനീയറിങ്ങിൽ പറയുന്നത്. പിന്നെ ഇത്രയും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മളുള്ള സിസ്റ്റത്തിൽ കിടന്ന് ഇങ്ങനെ ഓരോ ഇത് ചെയ്യാമല്ലേ, ഒന്നും കൂടെ അതായത് നമുക്ക് നഷ്ടപ്പെട്ട് തിരിച്ചെടുക്കാനും ഒന്നും കൂടെ മെയിൻറ്റെയിനബിലിറ്റി ഈസി ആക്കാനൊക്കെ വേണ്ടിയിട്ട്, മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ എക്കണോമിക്സ്, അതായത് ഇത് എത്രത്തോളം കോസ്റ്റ്ലി ആവും എന്നുള്ളത് നമ്മൾ അറിയണം. ആ ഒരു സെക്ഷനാണ് ദ എക്കണോമിക്സ് ഓഫ് റീ എഞ്ചിനീയറിങ്ങിൽ പറയുന്നത്. അപ്പോൾ റീ എഞ്ചിനീയറിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ എന്തിനാണ്, മെയിൻ്റനൻസ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മെയിൻ്റനൻസ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചാടി കയറി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മൊത്തം കോസ്റ്റും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കിത് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് നന്നായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ദിസ് ഒബ്ജക്റ്റീവ് ഈസ് സെർവ്ഡ് ബൈ ഇൻക്രീസിങ് ക്വാളിറ്റി ആൻഡ് റെഡ്യൂസിങ് കോംപ്ലക്സിറ്റി. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷെ നമ്മളവിടെ ചിന്തിക്കേണ്ട കാര്യം എന്താ, റീ എഞ്ചിനീയറിംഗ് ഡ്രെയിൻസ് റിസോഴ്സസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ അതർ. അപ്പോൾ മറ്റുള്ള ബിസിനസ് പ്രോസസ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളെ വെച്ചിട്ടായിരിക്കും നമുക്ക് ഇതിൽ തന്നെ വീണ്ടും റീ എഞ്ചിനീയറിങ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമുക്ക് ബെനിഫിറ്റ് ആണോ അല്ലേ, കോസ്റ്റ് എന്താണ് എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്നീഡ് പറഞ്ഞിട്ടുള്ള ഒരാൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ള കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് മോഡലാണ് റീ എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ട് ഈ താഴെ പറഞ്ഞിട്ടുള്ളത്. അതിൽ 9 പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് P1 എന്ന് പറയുന്നത് കറൻറ്റ് ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് ഫോർ എൻ അപ്ലിക്കേഷൻ. ഒരു അപ്ലിക്കേഷൻ്റെ കറൻറ്റ് മെയിൻ്റനൻസ് കോസ്റ്റാണ്, ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റാണ് P1. P2 കറൻറ്റ് ആനുവൽ ഓപ്പറേഷൻസ് കോസ്റ്റ് ഫോർ എൻ അപ്ലിക്കേഷൻ, ഓപ്പറേഷൻസ് കോസ്റ്റാണത് P2. P3 കറൻറ്റ് ആനുവൽ ബിസിനസ് വാല്യൂ ഓഫ് എൻ അപ്ലിക്കേഷൻ. P4 പ്രഡിക്റ്റഡ് ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ്, പ്രഡിക്റ്റ് ചെയ്യുന്ന മെയിൻ്റനൻസ് കോസ്റ്റ് P4. P5 പ്രഡിക്റ്റഡ് ഓപ്പറേഷൻസ് കോസ്റ്റ്. P6 പ്രഡിക്റ്റഡ് ബിസിനസ് വാല്യൂ. P7 റീ എഞ്ചിനീയറിംഗ് കോസ്റ്റ്, എസ്റ്റിമേറ്റഡ് റീ എഞ്ചിനീയറിംഗ് കോസ്റ്റ്, അതായത് നമുക്കൊരു ഊഹല്ലേ ഉള്ളൂ. P8 എസ്റ്റിമേറ്റഡ് റീ എഞ്ചിനീയറിംഗ് കലണ്ടർ ടൈം. P9 റീ എഞ്ചിനീയറിംഗ് റിസ്ക് ഫാക്ടർ നമ്മൾ പൊതുവെ നമ്മൾ എടുക്കൽ 1.0 ആയിട്ടാണ് എടുക്കൽ. L എക്സ്പെക്റ്റഡ് ലൈഫ് ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പാരാമീറ്റേഴ്സാണ്, 9 പാരാമീറ്റേഴ്സ് ആണുള്ളത്. നമുക്ക് ജസ്റ്റ് ഇതിൽ ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ, പ്രോബ്ലംസ് ആയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നോക്കാം. The cost associated with the continuing maintenance of a candidate application re-engineering is not performed can be defined as. അതായത് ഇപ്പം നമ്മളെടുത്തുള്ള ഒരു സിസ്റ്റത്തിൽ റീ എഞ്ചിനീയറിംഗ് ഒന്നും പെർഫോം ചെയ്യാതെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ മെയിൻ്റനൻസ് മാത്രം ചെയ്തു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കാവുന്ന കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് C main equal to P3 minus P1 plus P2 into L. ഇനി അതേ സ്ഥാനത്ത് the cost associated with re-engineering are defined using the following relationship. ഈ പറഞ്ഞ സിസ്റ്റത്തിൽ നമ്മൾ റീ എഞ്ചിനീയറിംഗ് നടത്തുകയാണെങ്കിൽ നമുക്ക് വരുന്ന കോസ്റ്റാണ് C re-eng equal to P6 minus P4 plus P5 into L minus P8 minus P7 into P9 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കോസ്റ്റ് കിട്ടും അല്ലേ, റീ എഞ്ചിനീയറിംഗ് നടത്താത്തുള്ള കോസ്റ്റും റീ എഞ്ചിനീയറിംഗ് നടത്തിയാലുള്ള കോസ്റ്റും കിട്ടും. യൂസിങ് ദ കോസ്റ്റ് പ്രസൻറ്റഡ് ഇൻ ഇക്വേഷൻസ് 1 and 2 ദ ഓവറോൾ ബെനിഫിറ്റ് ഓഫ് റീ എഞ്ചിനീയറിംഗ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് ആസ്. ഇതിൻ്റെ ഒരു അതായത് ഡിഫറൻസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കോസ്റ്റ് ആവും എന്നുള്ളത്. കോസ്റ്റ് ബെനിഫിറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് റീ എഞ്ചിസ് മൈനസ് കോസ്റ്റ് മെയിൻ്റനൻസ്. The cost benefit analysis presented in these equations can be performed for high priority applications. Those applications that show highest cost benefit can be targeted for re-engineering. അപ്പോൾ കൂടുതൽ കോസ്റ്റ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് കണ്ടാൽ നമുക്കവിടെ റീ എഞ്ചിനീയറിംഗ് നടത്താം. കോസ്റ്റ് ബെനിഫിറ്റ് ആണ്, അതവിടെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്കവിടെ റീ എഞ്ചിനീയറിംഗ് നടത്താം. വൈൽ വർക്ക് ഓൺ അതേഴ്സ് ക്യാൻ ബി പോസ്റ്റ്പോൺഡ് അൺടിൽ റിസോഴ്സസ് ആർ അവൈലബിൾ. അപ്പോൾ കോസ്റ്റ് കുറഞ്ഞതാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പിന്നീട് ചെയ്യാം. അപ്പോൾ റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും റിസോഴ്സസ് വേണം എന്നുള്ള അപ്ലിക്കേഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ വർക്കുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ബെറ്റർ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് റീ എഞ്ചിനീയറിങ്ങിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.